അടൂർ മിത്രപുരത്തെ അനധികൃത മണ്ണെടുപ്പിൽ നിയമ നടപടിക്ക് ജില്ലാ കളക്ടറുടെ നിർദ്ദേശം. സ്ഥലമുടമ രാജനെതിരെയാണ് നിയമ നടപടിക്ക് നിർദ്ദേശം നൽകിയിരിക്കുന്നത്. വിവരങ്ങളുമായി സുജു പത്തനംതിട്ടയിൽ നിന്ന് ചേരുന്നു. സുജു, എന്താണ് ഈ അനുവദിക്കപ്പെട്ടതിലും അളവിൽ മണ്ണെടുക്കുകയായിരുന്നു ഈ സ്ഥലമുടമ? അങ്ങനെ തന്നെയാണ്, അനുവദിക്കപ്പെട്ട അളവിലും മണ്ണെടുത്തതെന്നാണ് ഇപ്പം ആർഡിഒയുടെ പ്രാഥമിക റിപ്പോർട്ട്. ഇത് കളക്ടർക്ക് കൈമാറുകയും ചെയ്തിരുന്നു. ആ കളക്ടറുമായിട്ട് ഇന്നാണ് ആർഡിഒ ഔദ്യോഗികമായി ഈ വിഷയവുമായി ബന്ധപ്പെട്ട ആശയവിനിമയം നടത്തുക. എന്നിരുന്നാൽ പോലും ഈ സംഭവവുമായി ബന്ധപ്പെട്ട കളക്ടർക്ക് ലഭിച്ചിരിക്കുന്ന പ്രാഥമിക ഒരു റിപ്പോർട്ട്, ഈ മണ്ണെടുത്ത രാജൻ എന്ന പറഞ്ഞ വ്യക്തി 5000 ലോഡ് മണ്ണെടുപ്പിനാണ് അനുമതി ഉണ്ടെങ്കിൽ അതിലധികമായി മണ്ണെടുത്തു എന്ന് തന്നെ ആർഡിഒ കണ്ടെത്തിയിട്ടുണ്ട്. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ നിയമ നടപടിക്കായി കളക്ടർ ഒരുങ്ങുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് ജിയോളജി വകുപ്പിനെ ഇത് പരിശോധിക്കുവാനും കളക്ടർ ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. നമ്മൾ തന്നെ വാർത്ത കൊടുത്തിരുന്നു, വലിയ തോതിൽ മണ്ണെടുത്തതിനെ തുടർന്ന് സമീപത്ത് താമസിക്കുന്ന വീട്ടുടമയുടെ വീട് നഷ്ടപ്പെടുന്ന അല്ലെങ്കിൽ അത് ഇടിയാനുള്ള സാധ്യതയിലേക്ക് കാര്യങ്ങൾ പോകുന്നു എന്നൊരു ഘട്ടത്തിൽ കൂടി എത്തിയിരുന്നു. ആ വീട്ടിലെ ഗ്രഹനാഥൻ 90% അന്ധതയുള്ള ആളാണ്. അദ്ദേഹത്തിന്റെ മകനും ഏതാണ്ട് 50% കാഴ്ചശക്തിയില്ല, കാഴ്ച പരിമിതി ഉള്ള ആളുകളാണ്. അത്തരം ഒരു കുടുംബത്തിന്റെ വീടിന്റെ ഇടിയുന്ന തരത്തിൽ ദുരവസ്ഥയിലേക്ക് എത്തുന്ന ഒരു സാഹചര്യമുണ്ടായി. ഇതോടുകൂടിയാണ് മാധ്യമ വാർത്തയുടെ അടിസ്ഥാനത്തിൽ തന്നെ ജില്ലാ കളക്ടറും ആർഡിഒ ഒക്കെ തന്നെ വിഷയത്തിൽ ഇടപെടുന്നത്. ഇങ്ങനെ 5113 മെട്രിക് ടൺ മണ്ണ് നീക്കം ചെയ്യാനായിരുന്നു ഈ അടൂരിലെ സ്വർണ്ണ വ്യാപാരി കൂടിയായിരുന്ന അനശ്വര രാജൻ എന്ന അനുമതി ഉണ്ടായിരുന്നത്. എന്നാൽ അതിലപ്പുറത്തേക്ക് ഇദ്ദേഹം മണ്ണെടുത്തു എന്നാണ് ഇപ്പോൾ പ്രാഥമികമായി കണ്ടെത്തിയിരിക്കുന്നത്. നമ്മൾ വാർത്തയിൽ തന്നെ വളരെ ഒരു സങ്കടകരമായ ഒരു അവസ്ഥയാണ് ഈ സമീപത്ത് താമസിക്കുന്ന സാബു ഉൾപ്പെടെയുള്ള കുടുംബാംഗങ്ങൾക്ക് സംഭവിച്ചിരിക്കുന്നത്. ഇതിന്റെ കൂടെ അടിസ്ഥാനത്തിലാണ് നടപടിയുമായി മുമ്പോട്ട് പോകുന്നത്. ശരി, സുജു ആണ് പത്തനംതിട്ടയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്. അടൂർ മിത്രപുരത്തെ അനധികൃത മണ്ണെടുപ്പിൽ സ്ഥലമുടമയ്ക്കെതിരെ നിയമ നടപടിക്ക് ജില്ലാ കളക്ടർ നിർദ്ദേശം നൽകിയിരിക്കുന്നു.